ഫുഡിനെ പറ്റി കംപ്ലൈന്റ് പറയണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. അമ്മയുടെ മുടി ഒരു മിനിറ്റ്, സാറ് വിളിക്കുന്നേ. ഹലോ, ആ സർ. എടി റിങ്കി, നിനക്കേ ആരെങ്കിലും വീട്ടിൽ വരുമ്പോ എന്നെ ഉച്ചിരി കൊച്ചാക്കല് നിനക്ക് കൂടി വരികയാണേ. അല്ലെങ്കിൽ നീ കൊച്ചല്ലേ? ആ കൊച്ചല്ലേ. ഇവിടെ നിന്റെ അടുത്ത് ആര് പറഞ്ഞേ എനിക്ക് 4 പെണ്ണിൽ കെട്ടാറുണ്ടെന്ന്? കെട്ടാ അറിഞ്ഞൂടാ നിനക്ക് ഇന്നാൾ കെട്ടി തന്നത്? ഒരു സൈഡ് ഇങ്ങനെ ഒരു സൈഡ് അങ്ങനെ. അയ്യോ നാട്ടാരെ, എന്ത് അപ്പൊ ഈ പറഞ്ഞ പോലെയൊക്കെയാണ് കാര്യങ്ങള്. എന്തായാലും ഞാൻ രതീഷിനെ പിന്നെ അങ്ങോട്ട് ഒന്ന് വിളിക്കാം. ഓക്കെ ശരി. രാമ, ഞാൻ രതീഷിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഏത് രതീഷ്? എടാ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്റെ ബാങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന രതീഷ്. രതീഷ് ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു ഒന്നും നോക്കണ്ട എന്ന് വെച്ചാ സാറ് കൊണ്ടുവന്ന കേസല്ലേ, എനിക്ക് ഉറപ്പുണ്ട് നല്ല കാര്യമായിരിക്കും, മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. മുന്നോട്ട് പോകുന്നവൻ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. ബാങ്കിൽ മാനേജറായിട്ടൊരു മാന്യമായ ജോലിയില്ലേ, ആ ജോലിയും ചെയ്ത് വീട്ടുകാരെ നോക്കി ഭാര്യയും പിള്ളേരെയൊക്കെ നോക്കി കഴിഞ്ഞാ പറയായോ? എന്തിനാ ഇത്രയും പണിക്ക് നടക്കുന്നത്? ഇത് കല്യാണം നടത്തിക്കലാണോ അളിയന്റെ പണി? ആണോ? പറ. കല്യാണക്കാരിയോ? അപ്പൊ അച്ഛന് വീണ്ടും തുടങ്ങിയാ? ഞാൻ പറഞ്ഞല്ലേ നീ കല്യാണം ഇപ്പൊ വേണ്ടാന്ന്. പോളിവിടെ തന്നെ നിന്റെ കല്യാണം ഒന്നല്ല. അവളല്ലേ പിന്നെ എന്റെയാ. പക്ഷെ എനിക്ക് അതിനുള്ള പ്രായമായില്ല. നിങ്ങൾ ഇത് എന്തോന്നൊക്കെ പറയണേ. അത് മാത്രല്ല ഈ രതീഷ് എന്ന പേര് എനിക്ക് ഒട്ടും മാച്ച് അല്ല. പിങ്കി രതീഷ്. നിന്നെ പിടിച്ച് ഇപ്പൊ അങ്ങ് ഞാൻ കെട്ടിക്കാം. നിങ്ങളുടെ കാര്യമൊന്നും പിന്നെ ആരുടെ മക്കളെ, നമ്മുടെ ഇവിടെ ശ്രീകുട്ടിക്ക് ഒരു കല്യാണം. അത് നല്ല കാര്യല്ലേ? പിന്നെ അങ്ങനെ നല്ല കാര്യമല്ല മക്കളെ. അതായത് മാമൻ പറഞ്ഞുതരാം. അതായത് എവിടെയോ കിടക്കുന്ന ഒരു സ്ത്രീയെ കൊണ്ട് എവിടെയോ കിടക്കുന്ന ഒരു പുരുഷനെ എവിടെയോ കിടക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാലേ അവരുടെ വൈവാഹിക ജീവിതത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ഈ കെട്ടിച്ചു കൊടുത്തവന്മാര് സമാധാനം പറയും, അളിയ സമാധാനം പറയേണ്ടി വരും. അത് മാമൻ പറഞ്ഞ നേരാണ്. കണ്ടോ കണ്ടോ, കൊച്ചിന് മനസ്സിലായി, കൊച്ചിന് മനസ്സിലായി. അതങ്ങനല്ല, അങ്ങനെയാണ്. മക്കളെ എന്റെ അഭിപ്രായം ഞാൻ പറയാം. അതായത് മാമ, ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് മാമ, പറഞ്ഞു. നമ്മുടെ ശ്രീകുട്ടി ചേച്ചിക്ക് ഒരു അഫെയർ ഉണ്ടാവുകയും ആ അഫെയർ ഉണ്ടായിരുന്ന ആൾക്ക് ശ്രീകുട്ടി ചേച്ചിയെ കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ കല്യാണാലോചന നടക്കുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. അതാണ് പങ്കൻ. ശരിയല്ലേ? അണ്ണാ ഞാൻ ഒരു കാര്യം പറഞ്ഞ അണ്ണൻ ധൈര്യമായിട്ട് മുമ്പോട്ടേക്കോ. അണ്ണന്റെ കൂടെ ഞാൻ ഉണ്ട്. അല്ല, ആ ഒരു കാര്യത്തില് എനിക്ക് നിന്നെ അത്ര വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമില്ല. എന്തായാലും സംഭവം നല്ല കേസ് തന്നെയാണ്. പിന്നല്ല മുന്നോട്ട് പോണം. മുന്നോട്ട് പോകണം. അണ്ണ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടണം. അണ്ണൻ എന്താണ് ഇത്ര കുഴപ്പം? അത് നമുക്ക് ഇത്രയും അറിയാവുന്ന ശ്രീകുട്ടി ചേച്ചിക്ക്. അതെ, നിനക്ക് കാരണം അറിയണമല്ലേ? ആ ചെവിയും കൊണ്ട് ചെവി വന്ദേ മാതരം പറഞ്ഞെന്തോ അല്ല അണ്ണൻ പറഞ്ഞോളൂ ചെയ്തോ. അളിയ, അളിയൻ എന്തുവാന്ന് വെച്ചാ ചെയ്തു, എന്തു വേണേലും ചെയ്തു. പക്ഷേ ശ്രീകുട്ടിയുടെ സമ്മതമില്ലാതെ അവിടെ കല്യാണം നടത്താൻ ശ്രമിച്ചാല് ഞാനിവിടെ രക്തപ്പുഴ ഒഴുക്കും. അല്ല, ഞാൻ അതിനകത്ത് സാധിക്കത്തില്ല. അത് നേരെ ശ്രീകുട്ടി ആന്റിയോട് ചോദിച്ചിട്ടെല്ലാം ചെയ്താ മതി. പിന്നെ അവർക്ക് ഇഷ്ടമാണോ ഇല്ലേന്ന് അറിയണ്ടേ? ചോദിക്കും. ശ്രീകുട്ടി ചേച്ചി സമ്മതിക്കും. അതെ, ഞാൻ പറയാലോ, ഇത് ഞാനേ ശ്രീകുട്ടിയോട് ഞാൻ സംസാരിച്ചോളാം. ആദ്യമൊക്കെ എതിർപ്പ് പറയും. പക്ഷെ ഒരു സഹോദരന്റെ, ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ സംസാരിക്കുമ്പോ ഉറപ്പായിട്ട് നിർബന്ധിക്കണം. സമ്മതിക്കുമെന്ന്. 100 കണക്കിന് മുട്ടപ്പോസ് നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തിന്നല്ല. കാല് മാറിയില്ലേ? അണ്ണ നിർബന്ധിച്ച് ചെയ്യണം. അണ്ണ അതിനിടയ്ക്ക് പപ്സ് വേണം അവൾക്ക്. ഞാൻ എന്തായാലും ശ്രീകുട്ടിയോട് സംസാരിക്കും. സമ്മതിക്കും, എനിക്ക് ഉറപ്പുണ്ട്. നല്ലൊരു കാര്യം നടക്കട്ടെ. അണ്ണ
അണ്ണ എന്തിനാണ് എന്നെ തുറച്ചു നോക്കണത്? ആ ശരി സർ. ഇല്ല, അത് ഞാൻ PC 142 അയച്ചിട്ടുണ്ട്. അതെ സർ. ആ സർ. അതെ, ഒരു മിനിറ്റ് DYSP സാർ. ആ സർ. അത്യാവശ്യ കാര്യമാ. ആ ഇല്ല, അത് സൂം മീറ്റിൽ ഞാൻ അനൗൺസ് ചെയ്തോളാം സർ. ഫയൽ ഇന്ന് തന്നെ ശരിയാക്കിക്കോളാം സർ. ഞാൻ പറഞ്ഞിട്ടാ. ശരി സർ. ഓക്കെ സർ. ഓക്കെ സർ, താങ്ക് യു. എന്താണ് വരുന്ന കല്യാണ ബ്രോക്കർ? ഞാൻ അവനെ കൊല്ലും. കല്യാണം ബ്രോ? അണ്ണ. ശ്രീകുട്ടി, ആ എന്തായിട്ടാ? ശ്രീകുട്ടി തിരക്കിലാണോ? ആ ഞാനേ ഓഫീസിൽ നിന്ന് കോള് വന്നതായിരുന്നു. ഡ്യൂട്ടി ഇല്ലെങ്കിലും ഓൺ ഡ്യൂട്ടി പോലെയാണല്ലോ. അതെ അതെ, നിങ്ങൾ പോലീസുകാർക്ക് അങ്ങനെയാണല്ലോ. അതെ. നിങ്ങളല്ലേ നാട് കാക്കുന്നത്. ഞാനേ ഉം. ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനാണ് വന്നത്. എന്താ ചേട്ടാ? സത്യത്തിൽ ഞാൻ എൻ്റെ ചിന്നുവിനെ, അതായത് എൻ്റെ പെങ്ങള് ആ ചിന്നുവിനെ കാണുന്ന പോലെയാണ് ശ്രീകുട്ടിയെ കാണുന്നത്. അല്ലാത്ത രൂപത്തിൽ കണ്ടിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരുമായിരുന്നടാ. അതെനിക്ക് അറിയാവുന്ന കാര്യല്ലേ. അപ്പോ ഞാൻ പറയുന്ന കാര്യം ഇങ്ങോട്ട് എതിർത്തൊന്നും പറയരുത്. എന്താ കാര്യം? എന്താ കാര്യം എന്ന് പറഞ്ഞാലേ, ഉം. ശ്രീകുട്ടി ഒരു കല്യാണം കഴിക്കണം. അതെന്റെ ലിസ്റ്റിൽ ഇല്ലാത്ത കാര്യമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതെ, നമ്മുടെയൊക്കെ ലൈഫിൽ, ഓരോരുത്തരുടെ ലൈഫിലും ചില പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലത് ശരിയാവും, ചിലത് ശരിയാവൂല. അത് സ്വാഭാവികം. നിനക്കെന്താണോ നഷ്ടം? അപ്പൊ അതൊക്കെ ഓർത്ത് ഇങ്ങനെ ലൈഫ് കളയുന്നത് ശരിയല്ല. അല്ല, പെട്ടെന്ന് ഒരാളെ മനസ്സിൽ നിർത്തങ്ങ് കളയാൻ പറ്റുമോ? ശ്രീകുട്ടി, ഇപ്പോഴാണെങ്കിൽ എൻ്റെ ഓഫീസിലൊരു പയ്യനുണ്ട്. നല്ല കുടുംബം, നല്ല പയ്യനാ. അതെ, ഇതല്ലാണ്ട് ചേട്ടൻ എന്നോട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറയട്ടെ, ഒരു കുടുംബമൊക്കെ ആയി നല്ലൊരു ഭർത്താവ് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ പഴയ കാര്യമൊക്കെ അങ്ങ് മറക്കും. അതൊക്കെ ശരിയാണ് ചേട്ടാ, പക്ഷെ എനിക്ക് അതിന് താല്പര്യമില്ല. വേണ്ട, എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ വന്ന് പറഞ്ഞപ്പോ അന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. സാവകാശം ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുത്താൽ മതി. വേറൊന്നും പറയാനില്ലല്ലോ. അല്ല, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ ആലോചിച്ച് നോക്കുക. ഞങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോഴേ സാവകാശം ആലോചിക്കും. ശരി. മണിക്കൂട്ട മണിക്കൂട്ട അവള് കല്യാണത്തിന് സമ്മതിച്ചില്ലല്ലേ? അതെ, ഇപ്പൊ സമ്മതിച്ചില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് സമ്മതിക്കും. നല്ല കാര്യമല്ലേ, സമ്മതിക്കും. അളിയനേ, ഈ കല്യാണം നടത്തി കൊടുത്താൽ എത്ര രൂപ ബ്രോക്കർ കമ്മീഷൻ കിട്ടും? കമ്മീഷനോ? നമ്മുടെ വീട്ടിലുള്ള കുട്ടിയല്ലേ, നമ്മൾ നടത്തണ്ടേ? നമ്മുടെ ചിന്നുനെ പോലെ കാണണം. എന്റെ അളിയ, അവള് കല്യാണത്തിനൊന്നും സമ്മതിക്കത്തില്ല. അവള് എന്റെ പെണ്ണാ. അല്ല, അവള് നല്ല പെണ്ണാന്ന്. നല്ല പെണ്ണ, അപ്പം സമ്മതിക്കണമല്ലോ. വാ വാ. അല്ല, ഞാനേ ശ്രീകുട്ടിയായിട്ട് സംസാരിച്ചു. എന്തോ പറഞ്ഞു വെച്ചാ? ശ്രീകുട്ടി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറഞ്ഞു സാവകാശം ആലോചിച്ചൊരു നല്ല തീരുമാനം എടുക്കാൻ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് രാമ, ശ്രീകുട്ടി സമ്മതിക്കും. അപ്പൊ നമുക്ക് ഉടനെ ഒരു കല്യാണം. പിന്നെ അതെ അച്ഛാ, എനിക്ക് കല്യാണത്തിന് ഡിസൈനർ ലെഹങ്ക മതിയേ. ഒക്കെ വാങ്ങിച്ചരാം, അച്ഛൻ വാങ്ങിച്ചരാം. രവിയേട്ടാ, ആ ശ്രീകുട്ടി, ഞാനേ നന്നായിട്ട് ആലോചിച്ചു. ഇത്ര പെട്ടെന്നോ? രവിയേട്ടൻ പറഞ്ഞാൽ ശരിയാ. വെറുതെ നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ എന്തിനാ എന്റെ ജീവിതം നശിപ്പിക്കുന്നത്? കണ്ട, ഞാൻ പറഞ്ഞില്ലേ ശ്രീകുട്ടി സമ്മതിക്കുന്നു. അപ്പം ഓക്കെ ആണെന്നാ? ഞാനേ അങ്ങനെയാണെങ്കിൽ ആ രതീഷിനെ വിളിച്ചിട്ട് നല്ലൊരു ദിവസം നോക്കിക്കൊണ്ട് വരാൻ പറയാം, ശ്രീകുട്ടി ഒന്ന് കാണാൻ. വരട്ടെ, പയ്യനെ കണ്ട് ഇഷ്ടപ്പെട്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം. മണിക്കുട്ടാ, മണിക്കുട്ടാ, മണിക്കുട്ടാ. കുഴപ്പമില്ല. ഇത് സന്തോഷത്തിന്റെ തലയിറക്കമാണ്. ആനന്ദ
നടക്കും ആനന്ദത്തട എന്നല്ലേ ഞാനേ ഒരു ഫോൺ എടുക്കരുത്, ഞാൻ രതീഷിനെ വിളിച്ച് ഈ കല്യാണത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ച് വരാനും പറഞ്ഞു. അല്ല, വേണ്ട, എന്റെ ഫോണിലുണ്ടല്ലോ. അളിയാ ഇവിടെ ഒരുത്തൻ അതും സ്വന്തം അളിയൻ എഞ്ചുവേനെ എടുത്ത് ചാവാൻ കിടക്കുമ്പോൾ അളിയനെ രതീഷിനെ വിളിച്ച് സംസാരിക്കണമല്ലയോ? എന്റെ പൊന്നളിയാ, ഈ നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കേണ്ടതുപോലെ നടക്കണം. ഇല്ലെങ്കിലേ അളിയനെ പോലെ നിൽക്കും കെട്ടാതെ. ഞാൻ എന്തായാലും രതീഷിനെ വിളിച്ച് പെട്ടെന്ന് ഒരു ദിവസം തന്നെ വരാൻ നോക്കാം. നല്ല കാര്യല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.